ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പോൾ സമയം രാവിലെ 3:54. അടുക്കളയിൽ എത്തിയപ്പോൾ ഉമ്മച്ചി തകൃതിയായിട്ടുള്ള പണിയിലാണ്. അപ്പോൾ ടൈം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇന്ന് ഇടയത്താഴത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ സുഹൂറിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പൊതുവേ ഇടയത്താഴത്തിന് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ദോശ അല്ലെങ്കിൽ പാലപ്പമാണ്. രണ്ടിൻ്റെയും മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് ദോശയും ചുട്ടു, കുറച്ച് പാലപ്പവും ചുട്ടു. ഈ വീഡിയോ ധൃതി പിടിച്ച് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാളെ പെരുന്നാളാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇനി നാളെ പെരുന്നാളാണെങ്കിൽ ഞാൻ ഈ എടുത്തു വെച്ച വീഡിയോ വെറുതെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ദോശയും പാലപ്പവും ചുട്ട സമയം കൊണ്ട് നമ്മുടെ കട്ടനും റെഡിയായി. ദോശയ്ക്ക് നമ്മൾ നല്ല തേങ്ങാ ചമ്മന്തി കട്ടിക്ക് അരച്ചതും, അപ്പത്തിന് തലേദിവസത്തെ ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കട്ടന് സൈഡായിട്ട് ഒന്നിലെ ഫ്രൂട്ടി ബ്രെഡ് അല്ലെങ്കിൽ ബിസ്ക്കറ്റാണ് സാധാരണ കഴിക്കാറ്. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് തന്നെയാണ് ഈ സുഹൂർ എന്ന് പറയുന്നത്. ഫാസ്റ്റിങ്ങിന്റെ സമയത്തുള്ള ഡീഹൈഡ്രേഷൻ തടയാനും ഫിസിക്കൽ എനർജി കുറച്ചും കൂടെ കൂട്ടാനും വേണ്ടിയാണ് ഇടയത്താഴം ഇമ്പോർട്ടൻ്റ് ആക്കിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ നമ്മുടെ സുഹൂർ വിശേഷങ്ങൾ. അല്ലാഹ് ഹാഫിസ്.